ജി സുധാകരനെതിരെ ആഞ്ഞടിച്ച് അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി എച്ച് സലാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സുധാകരനെ തുറന്നു കാണിക്കും. യഥാർത്ഥ സുധാകരന്റെ മുഖം നാട്ടിലെ ജനങ്ങൾ അറിയണമെന്നും എല്ലാ കാലവും മുഖം മൂടി വെച്ച് ജീവിക്കാൻ ആവില്ലെന്നും എച്ച് സലാം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥ പ്രച്ഛന്നവേഷമില്ലാത്ത യഥാർത്ഥ മുഖം അത് നാട്ടിലെ ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാ കാലവും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വ്യാജമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു വെച്ചിട്ട് ഏത് നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ഒരാൾ വിചാരിക്കുന്നത് അത്ര ഭംഗിയില്ല ജനാധിപത്യത്തിൽ എന്നുള്ളതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അത് തുടർച്ചയായി ഓരോരോ കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ സുരേന്ദ്രൻ, ഇത് ജില്ലാ കമ്മിറ്റിയിൽ അടക്കം നേരത്തെ പലപ്പോഴും ഈ ആലപ്പുഴ ജില്ലയിലെ നേതാക്കൾക്കുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏറെക്കാലം അത് ആ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് സുധാകരന്റെ തുറന്ന് പറച്ചിലും അതോടൊപ്പം സുധാകരന്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള പോക്കുമൊക്കെ ശേഷം അത് വീണ്ടും ഈ തരത്തിൽ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് മറുപടി പറയാൻ കാത്തിരിക്കുകയാണ് എച്ച് സലാം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കുകയാണ്. രുചീഷ്, വോട്ടെണ്ണലിന് അല്പ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും സുധാകരൻ പാർട്ടി പോര് അഥവാ സുധാകരൻ എച്ച് സലാം പോര് വീണ്ടും മുറുകുകയാണ്. പ്രത്യേകിച്ചും ഇന്നലെയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണവുമായി സുധാകരൻ രംഗത്തെത്തിയത്. ഇപ്പോഴിതാ സലാമിന്റെ ഭാഗത്ത് നിന്ന് സുധാകരനെതിരെ വീണ്ടും ആരോപണങ്ങൾ വരികയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വോട്ടെണ്ണൽ കൂടി കഴിഞ്ഞാൽ സുധാകരനെതിരായിട്ടുള്ള തന്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും ഓരോ ദിവസം ഓരോന്ന് വീതം പുറത്തുവിടുന്ന ഒരു നടപടിയായി ഉണ്ടാകാൻ പോകുന്നത്. അതിൽ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പല തെറ്റുകുറ്റങ്ങളെ കുറിച്ചുമുള്ള വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട്. സുധാകരൻ ഇതുവരെ ആളെ പറ്റിക്കുന്ന രീതിയിലുള്ള വ്യാജമായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി വെക്കുകയായിരുന്നു. അത് തകർക്കുന്ന സമീപനം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും സലാം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം തങ്ങൾക്കൊപ്പമായിരിക്കുമെന്നും സുധാകരന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. തീവ്രവാദം അടക്കമുള്ള പ്രചരണങ്ങൾ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയായിരുന്നു BJP സ്ഥാനാർത്ഥിയുടെയും BJP സ്ഥാനാർത്ഥിയായിരുന്ന അമ്പലപ്പുഴയിലെ അരുൺ അനിരുദ്ധന്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായത്. ഇത്തരത്തിലുള്ള സമീപനങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്, അതിനെ നിയമപരമായി നേരിടും. സുധാകരനെതിരെ പരാതി കൊടുക്കണമോ എന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച ശേഷം മാത്രമാണ് തീരുമാനമെടുക്കാനാവുക എന്നും ഇന്ന് സലാം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ സുധാകരന്റെ ഭാഗത്തു നിന്ന് പാർട്ടിക്കെതിരെ ഉണ്ടായ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോഴും സമീപനം പാലിക്കുന്ന മാന്യത പാലിക്കുന്ന ഒരു സമീപനമായിരുന്നു തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ വോട്ടെണ്ണൽ കഴിയുന്നതോടുകൂടി അതുണ്ടാകില്ല എന്ന് പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് സജി ചെറിയാൻ ഇത്തരത്തിൽ സുധാകരന് ഒരു വാർണിംഗ് കൊടുക്കുന്നത്. ഇനിയും പാർട്ടിയെ കരിവേരി തേക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ജി സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തങ്ങളും അതേ സമീപനം തന്നെ തിരിച്ചും സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിൽ 6000-ൽ പരം വോട്ടിന് ജി സുധാകരൻ ജയിക്കുമെന്ന തരത്തിൽ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു ചർച്ച നടന്നു എന്ന കാര്യം ചോദിച്ചപ്പോൾ സലാം പറയുന്നത് അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി എച്ച് സലാം വിജയിക്കുമെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ BJPയിൽ നിന്ന് ചില വോട്ടുകൾ, കുറച്ച് വോട്ടുകൾ UDFിലേക്ക് പോയിട്ടുള്ളതായി ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത് എത്രത്തോളം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നും ഇന്ന് സലാം വ്യക്തമാക്കി. രുചീഷ്, ശരി അമൽ, എന്തായാലും എച്ച് സലാം ജി സുധാകരൻ പോര് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും തുടരും എന്ന സൂചന തന്നെയാണ് എച്ച് സലാം നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോയി